ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ 7th മന്ത് സെറിമണി ആട്ടോ. അപ്പം കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങാണ്. അപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ ചെറിയ രീതിയിൽ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് രാവിലെ തന്നെ നമുക്ക് കുറച്ച് മുല്ലപ്പൂവും പിന്നെ ഫോട്ടോസിനിടാൻ വേണ്ടി കദമ്പൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ പോയി അതൊക്കെ വാങ്ങിച്ചു തിരിച്ചെത്തി. പിന്നെ ഇതാ കുറച്ച് ആൾക്കാരെ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ടായുള്ളൂ, ഒരു 10-15 പേരെ വരുന്നുള്ളൂ. അങ്ങനെ അതാ നമ്മളെ ചെയറും ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ പോയിട്ട് എൻ്റെ സാരിയും ബ്ലൗസൊക്കെ ഒന്നുകൂടെ എടുത്ത് നോക്കുകയാണ്. ബ്ലൗസൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനൊരു പുതിയ ബ്ലൗസ് എനിക്ക് അർജുൻ്റെ അമ്മ അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞാൻ ഈ സാരി എടുത്ത് നോക്കിയിട്ട് പറയാം, കറക്റ്റ് 3 കൊല്ലം മുന്നേ നമ്മൾ ഈ സാരി ഇട്ട് ഇന്നിതാ വീണ്ടും ഇടാൻ പോവുകയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ചെറുതായിട്ട് സങ്കടങ്ങളുണ്ട്, അങ്ങനെ ഒരു മിക്സഡ് ഇമോഷനിലായിരുന്നു കേട്ടോ ആ ഒരു ദിവസം എനിക്കുണ്ടായിരുന്നത്. പിന്നെ അതാ സ്വർണ്ണങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ അജു പറയാം, കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കളിയാക്കിയും കൊണ്ടിരിക്കുകയാണ്. കൊണ്ടുവന്ന ദിവസമായിട്ട് അങ്ങനെ പ്രത്യേകിച്ചിട്ട് എന്താ നമ്മുടെ ഇത്രയും ദിവസം ഇവിടെയുള്ള ഒരാള് പെട്ടെന്ന് വീട്ടിലേക്ക് പോകുമ്പോണ്ടാവും ചെറിയ സങ്കടമുണ്ട്. സന്തോഷം. പടക്കൊക്കെ വാങ്ങി വെച്ചില്ലേ? ഇനി പുതിയ 2 ആൾക്കാരായിട്ട് ഒരാൾ പോയിട്ട് തിരിച്ച് 2 ആൾ തിരിച്ചു വരുമല്ലോ, എൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ അതാ സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ സാരിയൊക്കെ ഉടുക്കുന്നത്. അപ്പം ഞാൻ എന്താ അവരവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പം ജസ്റ്റ് മുടിയും കണ്ണൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും അവർ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു, ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. അങ്ങനെ ഇതാ എൻ്റെ വീട്ടിലുള്ളവരൊക്കെയാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ അടുത്ത് പെട്ടെന്ന് പോയി റെഡിയാവാൻ പറഞ്ഞേ. അങ്ങനെ അതാ ഞങ്ങൾ മുകളിലെത്തി. എനിക്ക് ഈ സാരീൻ്റെ ABCD അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ സാരീൻ്റെ ഒന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പാവം പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു 15-20 മിനിറ്റ്സിൽ സാരി ഇട്ട് കഴിയണമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്നെ സാരിയൊക്കെ ഉടുപ്പിച്ച് നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തു കേട്ടോ. പെട്ടെന്നൊരു ഹരിബരി ആയിപ്പോയി, കാരണം 1:30 ആകുമ്പോഴത്തേക്കിന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു. അങ്ങനെ അതാ പെട്ടെന്ന് ആക്കാൻ പറഞ്ഞ് കോളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു 12:30 ആയി പോയിട്ടുണ്ടായിരുന്നു എത്താൻ തന്നെ. അപ്പം പിന്നെ നമുക്ക് ഒട്ടും സമയം ഉണ്ടായില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ജ്വല്ലറിയൊക്കെ, അതായത് പിന്നൊന്നും വെച്ച് സെറ്റ് ചെയ്യാൻ നിന്നില്ല, ഇല്ല പോലെ തന്നെ നമ്മളങ്ങനെ പെട്ടെന്ന് സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ അതാ ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചത് എൻ്റെ കസിൻ ചക്കൂനായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ആ ഒരു പണി നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ചേച്ചിയും റോഷ്നേൻ്റെയും കൂടെ എന്നെ ഓർണമെൻറ്റ്സ് ഇടുന്ന തിരക്കിലായിരുന്നു.
ഒരുക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ എത്തി. ഇനി നമ്മളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. കാരണം ഫുഡ് കഴിച്ച് നമ്മളെ കൂടെ വന്നിട്ട് എന്നെ കൂട്ടാൻ വന്നതിൽ ബാക്കി എല്ലാവരും പോകണം. 3 പേര് മാത്രമേ ഇവിടെ നിൽക്കാൻ പാടുള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ അതാ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ കാല് പിടിക്കുന്ന ചടങ്ങ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം അത് എൻ്റെ കൂടെ വന്ന ആൾക്കാർ പോയി കഴിഞ്ഞിട്ട് വേണം ഞാനതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, 1:30 ആകുമ്പോൾ കറക്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇപ്പം തന്നെ സമയം 12:45 അപ്പോൾ അതാ പെട്ടെന്ന് എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണേ. അപ്പോൾ അതാ അർജു എന്നെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയ എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, 3 കൊല്ലം മുന്നേ കണ്ടതും 3 കൊല്ലത്തിന് ശേഷം കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷൻ ഇടലാണ്. അങ്ങനെ അതാ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല നീരുണ്ട് കാലിനൊക്കെ. അതുകൊണ്ട് തന്നെ നടക്കുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല വേദന ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിങ്ങനെ നടക്കുന്നത്. മുഖത്തും കാലിനൊക്കെ ചില ദിവസം ഭയങ്കര നീരായിരിക്കും, പക്ഷെ ചില ദിവസം നോർമലായിരിക്കും. അങ്ങനെ അതാ നമ്മൾ എല്ലാവരും ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി ആയിരുന്നേ. എനിക്ക് ഫുഡൊന്ന് ആസ്വദിച്ച് കഴിക്കണം എന്നുണ്ടായിരുന്നു, എന്നാലും എനിക്കതിന് പറ്റിയിട്ടുണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഓർണമെൻറ്റ്സ് മൊത്തത്തിൽ ഇട്ടതും അതേപോലെ നമ്മൾ ആ സാരിയും മുടി ഊരിയൊക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടെടുത്തിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ കഴിക്കാതെ ഇരുന്നിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ വേഗം തന്നെ കഴിച്ചു. അപ്പോഴത്തേക്കിനും അമ്മ വന്നിട്ട് പെട്ടെന്ന് നോക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഈ മുഹൂർത്തത്തിലൊക്കെ ഇവർക്ക് ഭയങ്കര വിശ്വാസമാണല്ലോ. ഇതൊക്കെ നമ്മൾ അർജുൻ്റെ ഫ്രണ്ട്സാട്ടോ. അപ്പോൾ അതാ ഇവർ ഐസ്ക്രീം വിളമ്പാണ്. അപ്പോൾ അർജുൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഓടി വന്ന് നിന്നതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെ കൂട്ടാൻ വന്ന് കുറച്ച് പേര് ആദ്യം പോകണം. അപ്പോൾ അവരൊക്കെ അതാ ഇറങ്ങായി. ഒന്നും കൂടെ പറയോ? ചേച്ചിനെ അവിടെ ഒറ്റക്കാക്കിട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ പോവുകയാണ്. നമ്മളെ കാലുപിടുത്തം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാനും ഇറങ്ങുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കരുത് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇമോഷണലി ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷനായിട്ട് എനിക്കത് തോന്നി. സത്യം പറഞ്ഞാൽ എല്ലാം കൂടി ഒരു മിക്സഡ് ഇമോഷൻ തന്നെയാണ് കേട്ടോ. സന്തോഷമാണോ സങ്കടമാണോ പേടിയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്കപ്പം ഉണ്ടായിരുന്നത്. ഈ ഒരു 7 മാസം വരെ എത്താമെന്ന് പറയുമ്പം ഒരുപാട് അതായത് അത്ര സ്മൂത്തൊന്നും ആയിരുന്നില്ല. ഫസ്റ്റ് 3 മന്ത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത 3 മന്ത്സ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി. പക്ഷേ ഈ ഒരു ജേർണി ഇത്രയും എനിക്ക് സ്മൂത്താക്കി തന്നത് സത്യം പറഞ്ഞാൽ അർജു തന്നെയാണ്. അതെനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാതിരിക്കാൻ വയ്യ. ബിക്കോസ് ഞാൻ അത്ര ഇമോഷണലി അത് പറയണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്കും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ എന്ത് ഇമോഷൻ ചേഞ്ചസ് ആണെങ്കിലും എൻ്റെ ഒപ്പം അത്രയും നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഒക്കെ അർജുൻ്റെ അമ്മയാണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടായിട്ട് തന്നെ എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫസ്റ്റ് 3 മന്ത്സിലൊക്കെ വൊമിറ്റിങ്ങൊക്കെ ആയ സമയത്ത് എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ നോക്കുന്നതിൽ. പിന്നെ നമ്മൾ എന്തെങ്കിലും പൂതിയൊക്കെ പറയുമ്പോഴത്തേക്കിനും ഓടിപ്പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ പപ്പയും ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.